ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് 10 തരത്തിലുള്ള ചട്നി ഒറ്റ വീഡിയോയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എളുപ്പമായല്ലോ, ഒരു വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് ചട്നി വേണമെങ്കിലും നോക്കിയെടുത്ത് ഉണ്ടാക്കിയെടുക്കാം. ഓരോരോ വീഡിയോ ആയിട്ട് കണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഈസി ആയിട്ടുള്ള 10 തരം ചട്നി ഉണ്ടാക്കാൻ നോക്കാം. എല്ലാം നല്ല എളുപ്പം തന്നെയാണ്, എളുപ്പത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഉണ്ടാക്കുന്നത് തക്കാളി ചട്നിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾക്ക് സാധാരണ ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം, കുഴപ്പമില്ല. ഇതിലോട്ടൊരു വലിയ തക്കാളി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ വെളുത്തുള്ളി കുഞ്ഞുള്ളിയും ഇടുക, രണ്ടെണ്ണമായിട്ട്. ഞാൻ വലുതായതുകൊണ്ടാണ് 2 ഇടുന്നത്. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഇടുക. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇടുക. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. വറുക്കുക എന്ന് പറയുമ്പോൾ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ സോഫ്റ്റായിട്ട് വരണം. പിന്നെ നമ്മൾക്ക് മല്ലിയില ഇടുക അതിലോട്ട്. മല്ലിയിലയും കറിവേപ്പിലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. കറിവേപ്പിലയും ഞാൻ ഇടുന്നുണ്ട്. അത് കൂടുതൽ വേണമെങ്കിൽ ഇടാം. അതിൻ്റെ ആ ടേസ്റ്റ് ഇച്ചിരി നല്ലതായിട്ട് നിൽക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ ഇടാം. പിന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർക്കുക. തക്കാളി നല്ലതായിട്ട് സോഫ്റ്റായി കഴിയുമ്പം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഇതിലോട്ട് കടുക് താളിച്ചിടണം. അപ്പോൾ ഞാൻ ഈ 10 ചട്നിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കടുക് താളിക്കുവാണ്. അപ്പോൾ അതിനുശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോന്നിൽ ഇടുന്നതേ ഉള്ളൂ. അപ്പം വെളിച്ചെണ്ണയിലോട്ട് കടുക്, ഉഴുന്ന്, കറിവേപ്പില, വറ്റൽമുളക് ഇത്ര ഇട്ടിട്ടാണ് കടുക് താളിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചട്നി ആയിട്ടുള്ള തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഉള്ളി ചട്നി ഉണ്ടാക്കാം. ഉള്ളി ചമ്മന്തി എന്ന് പറയും നമ്മൾ, ചട്നി എന്ന് പറയില്ല. അപ്പം ഇത് ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സവാളയാണ് വേണ്ടത്. ചെറിയുള്ളി ആണെങ്കിൽ അതെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സവാള നമ്മൾ ഒന്ന് ചുട്ടെടുക്കുക. അതിൻ്റെ ആ വെള്ളമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ അഥവാ കയ്പുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ചുട്ടെടുത്ത് കഴിയുമ്പോൾ മാറും. പിന്നെ അതിന് ശേഷം നമ്മൾക്ക് അതിലോട്ട് വറ്റൽമുളകും കൂടെ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലോട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ ശരിക്കും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ ഇത്, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോണത് പുതിന ചട്നിയാണ്. പുതിന ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. 1 സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. അതിനുശേഷം ഇഞ്ചി ചെറിയ കഷ്ണം ഇടുക, പച്ചമുളക് ചേർക്കണം, പിന്നെ കുറച്ച് പുളി ചേർക്കുക. അതിനുശേഷം തേങ്ങ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. തേങ്ങയുടെ ആ ഒരു വെള്ളമൊക്കെ പോയതിന് ശേഷം പിന്നെ നമ്മൾക്ക് പുതിന ചേർക്കാം. പുതിന ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പുതിനയാണ്. പുതിന ഞാനിപ്പം ഒരു പിടി ചേർക്കുന്നുണ്ട്, ഒരു 2 പിടി, 2 കൈപ്പിടി വേണമെങ്കിൽ പറയാം, അത്രയും ചേർക്കുന്നുണ്ട്. നമ്മൾക്ക് പുതിനയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതലൊക്കെ ചേർക്കാം, പ്രശ്നമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കാം. വെള്ളം ആവശ്യത്തിനുള്ളത് ചേർക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കടുക് താളിച്ചിട്ട് ഒഴിക്കാം. അപ്പോൾ അടുത്തത് നമ്മുടെ വെളുത്തുള്ളി കൊണ്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഇത് നമ്മൾക്ക് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അവിടെ ചെന്നൈയിൽ അമ്മ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിയുക. ഇല്ലെന്ന് പറഞ്ഞാൽ ഗ്രേറ്ററിൽ ഇട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കേണ്ടി വരും. ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിലോട്ട് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കുക. മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കുക, എന്നാലും ആ ചമ്മന്തി നമുക്ക് കാണുള്ളൂ. പിന്നെ ഉപ്പും ചേർക്കുക, നല്ലെണ്ണയും ചേർക്കുക. നല്ലെണ്ണ ചേർക്കണം, എന്നാലേ നല്ല ആ ഒരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ. ഇതൊരു തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു ചമ്മന്തിയാണ്. അതുകൊണ്ട് നന്നായിട്ട് ആവശ്യത്തിന് ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിലുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പരിപ്പ് ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കുക. കടലപ്പരിപ്പാണ് ചേർക്കേണ്ടത്. ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരുവിധം വറുത്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലോട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർക്കുക. അതിനുശേഷം പിന്നെ നമ്മൾക്ക് പുളി ചേർക്കണം. പുളി ഒരു ഇച്ചിരി കൂടുതൽ ചേർക്കണമായിരിക്കും നല്ലത്, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ചേർക്കുക. ഞാനൊരു 3 ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ ചെറിയ ഭാഗം ചേർക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചോക്കിന് വറുത്തെടുക്കണം. നമ്മുടെ പരിപ്പൊക്കെ ചുവന്ന് കഴിയുമ്പോൾ അതിലോട്ട് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു ചമ്മന്തി നമ്മൾക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലുമൊക്കെ കഴിക്കാം, നല്ല ടേസ്റ്റാണ് ശരിക്കും. ഇനി ഇതിലോട്ട് നമ്മൾക്ക് ഈ കടുക് താളിച്ചതൊക്കെ ചേർക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, പരിപ്പ് ചട്നി റെഡിയായി. ഇനി നമ്മൾക്ക് വെളുത്തുള്ളിയുടെ ഒരു ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർക്കുക. പിന്നെ ഒരു 4-5 വറ്റൽമുളക് ചേർക്കുക. എന്നിട്ടൊന്ന് വറുത്തെടുക്കുക.
പിന്നെ നമ്മൾക്ക് ഒരു പിടി വെളുത്തുള്ളി ചേർക്കുക. ഇത് വലുതായതുകൊണ്ടാണ് എണ്ണത്തിൽ കുറച്ചുള്ളത്, ചെറുതാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കണം. പിന്നെ കുഞ്ഞുള്ളി ചേർക്കുക ഒരു 2-3 എണ്ണം. അതിനുശേഷം കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം പുളി ചേർക്കുക. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിരിക്കണം. പുളിയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. തണുത്തതിന് ശേഷം ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഇത് അങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ പിന്നെ കുറച്ച് എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ കടുക് താളിച്ച് വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ, അതിനകത്ത് കുറച്ച് ബാക്കി വന്ന എണ്ണ ഇതിൽ ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ എള്ളിൻ്റെ ചട്നിയാണ്. എള്ളിൻ്റെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം എള്ള് എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് നന്നായിട്ട് വറുത്തെടുക്കുക. എള്ളിങ്ങനെ പൊട്ടി തുടങ്ങുമല്ലോ, ആ സമയത്ത് നമ്മൾക്ക് തേങ്ങ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുക. പച്ചമുളക് ചേർക്കുക. പുളി ചേർക്കുക. അതൊന്ന് 1 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഉപ്പും കൂടെ ആവശ്യത്തിന് ചേർത്ത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് അരച്ചെടുക്കാം. ഞാനിതിലൊരു 2-3 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ നമ്മൾക്ക് എങ്ങനെയാണോ ചട്നിയുടെ ആ ഒരു കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർക്കാം, കുഴപ്പമില്ല. അപ്പം എള്ള് ചട്നിയിലും കടുക് താളിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മല്ലി ചട്നിയാണ്. മല്ലി എന്ന് പറയുമ്പം മുഴുമല്ലി ഉണ്ടല്ലോ, അതെടുക്കുക. അതിനുശേഷം അതിലോട്ട് വറ്റൽമുളകും പുളിയും കൂടെ ചേർത്തിട്ട് മല്ലി നല്ല മണം വരണവരെ ചോക്കനെ വറുത്തെടുക്കണം. ഒരുപാട് കരിയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ കയ്പ്പ് വരും. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്താൽ മതി. ഇപ്പം തേങ്ങ ചേർത്തില്ലെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതിപ്പം ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനായതുകൊണ്ട് ഇച്ചിരി തേങ്ങ ചേർക്കണുള്ളൂ. ഇതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ തേങ്ങയും കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റാണത്. അതിനി നമ്മൾക്ക് നന്നായിട്ട് വറുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം, തണുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട്. അതിനുശേഷം ഇതിലോട്ടും കടുക് താളിച്ചിട്ട് ചേർക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ കടുക് താളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ കടല ചട്നിയാണ്. അതിനോട്ട് ഒരു 1/4 കപ്പോളം കടല എടുത്ത് വറുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് തേങ്ങയിലോട്ട് ചേർക്കുക. 1 കപ്പ് തേങ്ങയിലോട്ട് 1/4 കപ്പോളം കടല ചേർത്തിട്ട് പിന്നെ ഉപ്പും പച്ചമുളകും വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് നമ്മുടെ സാധാരണ തേങ്ങ ചട്നി പോലെ തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റാണ്. ഇതിലോട്ട് കടുക് താളിച്ച് ചേർക്കുക. ഇനി അടുത്തതൊരു ഈസി ആയിട്ടുള്ള തേങ്ങാ ചട്നിയാണ്. ഇതിവിടെ പാലക്കാട് അമ്മയുടെ റെസിപ്പിയാണ്. അപ്പം ഇതിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. തേങ്ങയിലോട്ട് കുറച്ച് മുളക് പൊടി ചേർക്കുക. തേങ്ങയൊക്കെ നമ്മൾക്ക് എത്ര ചട്നി വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പം 1 കപ്പ് ചട്നി എടുത്തിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഇതിലോട്ട് നമ്മൾക്ക് പിന്നെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കടുകൊന്നും താളിക്കേണ്ട, അങ്ങനെ കഴിക്കാം. ഗോതമ്പ് ദോശയുടെ കൂടെ വരെ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ 10 ചട്നികളും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓരോന്നായിട്ട് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചട്നി ഏതാണെന്ന് കമൻറ്റും കൂടെ ചെയ്യുക. എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി കൊണ്ടുള്ള ചട്നിയും അതുപോലെ പരിപ്പ് കൊണ്ടുള്ള ചട്നിയും ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് കൊണ്ടുള്ള ചട്നിയൊക്കെ ചുമ്മാ കഴിക്കാം, അങ്ങനെ ഇഡ്ഡലി ദോശയും കൂടെ വേണമെന്നില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ് അത് പ്രത്യേകിച്ച്. അതുപോലെ തന്നെ എല്ലാ ചട്നിയും ഓരോന്നിന് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, ഇല്ലെങ്കിൽ വടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ വരെയൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലോ ഉപകാരപ്പെടുവാണെങ്കിലൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.